രൂപീകരണം മുതൽ ഇന്നോളം ഇടതുപക്ഷത്തിനൊപ്പം ചേർന്നു നിന്ന ചരിത്രമാണ് തലശ്ശേരി നിയമസഭാ മണ്ഡലത്തിന്റേത്. ചരിത്രം ഇത്തവണയും ആവർത്തിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് LDF. എന്നാൽ മണ്ഡലത്തിൽ ഇത്തവണ കരുത്ത് തെളിയിക്കാനാവുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. VR കൃഷ്ണയ്യരും KPR ഗോപാലനും EK നായനാരുമടക്കമുള്ള പ്രഗത്ഭരെ നിയമസഭയിലെത്തിച്ച മണ്ഡലമാണ് തലശ്ശേരി. 1982-ലും 87-ലും 2001, 2006, 2011 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കോടിയേരി ബാലകൃഷ്ണനായിരുന്നു തലശ്ശേരിയെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയത്. കഴിഞ്ഞ തവണ കോൺഗ്രസിലെ റിജിൽ മാക്കുറ്റിയെ 26,509 വോട്ടുകൾക്കാണ് കോടിയേരി പരാജയപ്പെടുത്തിയത്. ഇത്തവണയും തലശ്ശേരിയുടെ ഉറച്ച പ്രതീക്ഷയിലാണ് LDF. തലശ്ശേരി മണ്ഡലം സംശയരഹിതമന്യായ ഇടതുപക്ഷം വിജയിക്കുന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ആര് മത്സരിക്കണമെന്നതൊക്കെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഉചിതമായ ഘട്ടത്തിൽ ഇടതുപക്ഷം CPIM തീരുമാനിക്കുക തന്നെ ചെയ്യും. CPM സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ ഇത്തവണ മത്സര രംഗത്തുണ്ടാവില്ല. പിണറായി വിജയൻ ധർമ്മടത്ത് നിന്ന് മത്സരിക്കാൻ വിസമ്മതിച്ചാൽ പകരം നൽകാവുന്ന ഉറച്ച സീറ്റ് തലശ്ശേരിയാണ്. പിണറായി മത്സരിക്കുന്നില്ലെങ്കിൽ KK ശൈലജയെയോ DYFI നേതാവ് AN ഷംസീറിനെയോ ആവും CPM മണ്ഡലത്തിലേക്ക് പരിഗണിക്കുക. വിജയം എന്നതിനപ്പുറം കരുത്ത് കാട്ടുക എന്നതാണ് തലശ്ശേരിയിൽ UDF ലക്ഷ്യം. മണ്ഡലത്തിലെ വികസന മുരടിപ്പ് തന്നെയാവും UDFന്റെ പ്രധാന പ്രചാരണ വിഷയം. തലശ്ശേരി വീർപ്പുമുട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഗതാഗത കുരുക്കാണ്. കുടിവെള്ളമെത്താത്ത ഒരുപാട് മേഖലകൾ ഇന്നും അവിടെ കിടക്കുകയാണ്. വികസനപരമായ നോക്കുമ്പോൾ തലശ്ശേരി ഇന്നും ഏറെ പിന്നോക്കാവസ്ഥയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നേടിയ മികച്ച മുന്നേറ്റത്തിന്റെ ആത്മവിശ്വാസത്തിലാവും BJP ഇത്തവണ മണ്ഡലത്തിൽ മത്സരത്തിനിറങ്ങുക. സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ.